UDF കൊടുങ്കാറ്റിൽ ആലപ്പുഴയിൽ LDF 8-ൽ നിന്ന് 3-ലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത്. അമ്പലപ്പുഴയിൽ നേരിടേണ്ടി വന്നത് പാർട്ടി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തോൽവിയാണ്. സംഭവിച്ചതെന്തെന്ന് പഠിച്ച് പ്രതികരിക്കാമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ മറുപടി. CPM-ന്റെ ഹൃദയമായ ആലപ്പുഴയിൽ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് കനത്ത തോൽവി. ഏതു കൊടുങ്കാറ്റിലും പതറാതെ നിന്ന ഇടതു കോട്ടകൾ ഇക്കുറി നിലം പതിച്ചു. കായംകുളവും ആലപ്പുഴയും അരൂരും കുട്ടനാടും LDF-ന്റെ തോൽവിയുടെ ആക്കം കൂട്ടി. നാണിച്ച് തലതാഴ്ത്തേണ്ടി വന്നത് അമ്പലപ്പുഴയിലെ തോൽവിയിൽ. സുധാകരനെ തോൽപ്പിക്കാൻ സർവ്വസംഘടനാ സംവിധാനവും അമ്പലപ്പുഴയിൽ കേന്ദ്രീകരിച്ച സമാനതകളില്ലാത്ത തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞത്. പാർട്ടി കണക്കുകൂട്ടലുകളെല്ലാം വെള്ളത്തിൽ വരച്ച വരയായി. സുധാകരൻ പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷം നൽകി ജനം ജയിപ്പിച്ചു. ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്തൊക്കെ പ്രസ്താവന ഇറക്കിയത് നിങ്ങൾ മാധ്യമങ്ങളിൽ ചിലർ കൊടുത്തു, ചിലർ ടെലിവിഷനിൽ കൊടുത്തു, ചിലർ സന്തോഷിച്ചു, എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഇനിയും ഞാൻ കണ്ണശ എഴുതുമെന്നാണ് പറയുന്നത്. 23 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച എന്നെപ്പറ്റി ഇതുവരെ പാർട്ടിയിൽ ആർക്കുമില്ലാത്ത ഒരു കണ്ണശ എഴുത്ത്. നാട്ടുകാർ മാപ്പ് കൊടുക്കുമോ? ഇവിടെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി അവസാനിക്കും. പാർട്ടിക്ക് മറക്കാനാവാത്ത മറ്റൊരു തോൽവി ആലപ്പുഴയിലേതാണ്. PP ചിത്തരഞ്ജനും CPIM-ഉം തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല. നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയാകേണ്ടി വന്ന AD തോമസ്, KSU ജില്ലാ പ്രസിഡന്റ്. ഇനി ആലപ്പുഴയുടെ MLA. കേരളത്തിൽ അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയ ഒരു തരംഗത്തോടെ ഇത്രയധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങളെല്ലാവരെയും ചേർത്ത് നിർത്തി. അതിന്റെ വിജയമാണ്. കായംകുളം എണ്ണി തുടങ്ങിയതു മുതൽ പ്രതിഭയുടെ നില പരിങ്ങലിലായിരുന്നു. വൈകാതെ ലിജു കുതിച്ചു കയറി. പത്തിയൂരടക്കം CPM കോട്ടകളിൽ നിലം തൊടാനായില്ല പ്രതിഭയ്ക്ക്. കുട്ടനാട്ടിലെ പേയ്മെന്റ് സീറ്റ് വിവാദമൊന്നും ജനം ഗൗനിച്ചില്ല. തോമസ് കെ തോമസും വമ്പൻ തോൽവി ഏറ്റുവാങ്ങി. UDF സ്ഥാനാർത്ഥി റജി ചെറിയാന 20,600 വോട്ടിന്റെ ജയം. ഹരിപ്പാട് മികച്ച ഭൂരിപക്ഷത്തിലാണ് ചെന്നിത്തല നിലനിർത്തിയത്. ആലപ്പുഴ ജില്ല UDF കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ ചുവന്ന തുരുത്തുകളായി ചേർത്തലയും ചെങ്ങന്നൂരും മാവേലിക്കരയും നിലകൊണ്ടു. 2021 അപേക്ഷിച്ച വോട്ട് വർധനയുണ്ടായത് ചേർത്തലയിൽ മാത്രം. ചെങ്ങന്നൂരും മാവേലിക്കരയും വൻ ഇടിവാണ് LDF വോട്ടുകളിലുണ്ടായത്. BJP വോട്ടുകളും എല്ലാ മണ്ഡലങ്ങളിലും ചോർന്നു. തോൽവി പഠിക്കുകയാണ് CPIM. പ്രതികരണം അതിനുശേഷം. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.